അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആളെക്കുറിച്ച് അവസാനമായി നമ്മൾ ഇപ്പോഴാണ് അന്വേഷിച്ചത്. അയൽവാസി എന്നുള്ളത് വെറും ഒരു വാക്കോ അഡ്രസ്സോ മാത്രമല്ല. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم ما زال جبريل يوصيني بالجار حتى ظننت أنه سيورثه. ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് അയൽവാസിയുടെ കാര്യത്തിൽ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നാൽ അയൽവാസിക്ക് പോലും സ്വത്തിൽ ഓഹരി ഉണ്ടാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു അയൽവാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ദിവസവും രാത്രി മദ്യപിച്ച് പാട്ടുപാടുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ഇതിൽ ഇമാമിന് ശല്യമായിരുന്നെങ്കിലും അദ്ദേഹം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ദിവസം ആ ശബ്ദം കേട്ടില്ല. അന്വേഷിച്ചപ്പോൾ അയൽവാസി ജയിലിലാണെന്നറിഞ്ഞു. ഇമാം നേരെ ഗവർണറുടെ അടുക്കലേക്ക് ചെന്ന് അയൽവാസിക്ക് ശുപാർശ ചെയ്തു. ഇമാമിന്റെ വലിയ മനസ്സ് കണ്ട് ഗവർണർ അയാൾ വിട്ടയച്ചു. ജയിലിൽ നിന്നിറങ്ങിയ അയൽവാസി കണ്ടത് തന്നെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഇമാമിനെയാണ്. നിങ്ങളെ ഞങ്ങൾ കൈവിട്ടോ എന്ന് സ്നേഹത്തോട് ഇമാം ചോദിച്ചപ്പോൾ അയൽവാസിയുടെ ജീവിതം തന്നെ മാറിപ്പോയി. ഞങ്ങളുടെ അയൽവാസി ഏത് മതക്കാരനാകട്ടെ, ഏത് രാജകീയക്കാരനാകട്ടെ, അവർ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് തിന്നുന്നവൻ നമ്മിൽ പെട്ടവനല്ല. ഒന്ന് പുഞ്ചിരിക്കുക, വല്ലപ്പോഴും ഒരു വിഭവം പറഞ്ഞാൽ ഫുഡ് കൈമാറുക, അവർക്കൊരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുക. അയൽക്കാരെ സ്നേഹിക്കാം, നല്ലൊരു നാൾ ഉണ്ടാക്കാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.